സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ ജോൺ ബ്രിട്ടാസ് ഇടപെട്ടത് CPM നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം റിപ്പോർട്ടറിനോട് പറഞ്ഞു. പിണറായി വിജയനാണോ നിർദ്ദേശിച്ചതെന്ന് തനിക്കറിയില്ല. നേതാക്കൾ തമ്മിലാണ് പിന്നീട് ഒത്തുതീർപ്പ് ചർച്ച നടന്നതെന്നും ജോൺ മുണ്ടക്കയം വ്യക്തമാക്കി. LDF സമരം ഒത്തുതീർപ്പാക്കാൻ ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഉമ്മൻചാണ്ടിയോട് സംസാരിച്ചു. കുഞ്ഞാലിക്കുട്ടിയോട് സംസാരിക്കാൻ ഉമ്മൻചാണ്ടി പറഞ്ഞു. പിന്നീട് ചർച്ച നടത്തിയത് തിരുവഞ്ചൂർ ഉൾപ്പെടെയുള്ള നേതാക്കളാണെന്നും ജോൺ മുണ്ടക്കയം. ജോൺ ബ്രിട്ടാസ് ഇടപെട്ടത് CPIM നേതൃത്വത്തിന്റെ അറിവോടെയാണ്. എന്നാൽ പിണറായി വിജയൻ ഇടപെട്ടോ എന്ന് അറിയില്ലെന്നും ജോൺ മുണ്ടക്കയം പറഞ്ഞു. എന്നോട് ബ്രിട്ടാസ് അങ്ങനെ പിണറായി വിജയൻ എന്നുള്ള പേരോ ഒന്നും പറഞ്ഞിട്ടില്ല. മുകളിൽ നിന്നുള്ള തീരുമാനമാണ്. ഞാൻ ചോദിച്ചു, ഞാനിത് മുഖ്യമന്ത്രിയോട് സംസാരിക്കണമെങ്കിൽ വെറുതെ ബ്രിട്ടാസ് പറഞ്ഞു വെച്ച് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണോ എന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. സോളാർ കേസിൽ ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചു. യഥാർത്ഥ കുറ്റവാളികൾ ആരെന്ന് പുറത്തുവരണമെന്നും തന്റെ പുസ്തകം അതിന്റെ ഭാഗമാണെന്നും ജോൺ മുണ്ടക്കയം. ഉമ്മൻചാണ്ടി എന്നെ വിളിച്ച് ഉമ്മൻചാണ്ടിയോട് ഞാൻ പറഞ്ഞിങ്ങനെ ബ്രിട്ടാസ് പറഞ്ഞിട്ടുണ്ട്, ഇത് തീർക്കണം, അപ്പൊ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ പിന്നെ സമരം ഒത്തുതീരും എന്നോട് പറഞ്ഞപ്പോ എന്നോട് ഉമ്മൻചാണ്ടി പറഞ്ഞത്, ജോൺ ഒന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടൊന്ന് പറയാമോ എന്നോട് ചോദിച്ചു. അപ്പൊ കുഞ്ഞാലിക്കുട്ടിയോട് ഞാൻ വിളിച്ച് സംസാരിച്ചു. അവിടെ കൊണ്ട് എന്റെ റോള് തീർന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വിളികളൊക്കെ അവർ തമ്മിലാണ് നടന്നത്. ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലോടെ സോളാർ കേസ് വീണ്ടും പൊതുസമൂഹത്തിൽ ചർച്ചയായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.